നമ്മളിങ്ങനെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആയിട്ടൊന്നും പിന്നെ അങ്ങനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കും എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഡ്രീമോ അങ്ങനെ അത് ഗ്രാജുവലി ഉണ്ടായതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്ക്രാച്ചിലാണ്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. അതിനുശേഷം ഗ്രാജുവലി നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഇതിന്റെ ഏറ്റവും വിയേർഡസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് വെച്ചാൽ എൻ്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ബിലീവ് ചെയ്യില്ല, നമ്മൾ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഫ്രണ്ട്സായി സംസാരിച്ചു, ഒരേ വൈബാണ്, ഒരേ കമ്പനി ആക്കാൻ പറ്റിയ ആളാന്ന് തോന്നി. ഒറ്റ പടം കാണാതെ ബാഹുബലി പോലും കണ്ടിട്ടില്ല. ചിക്കുനെ എനിക്ക് കുറേ വർഷങ്ങളായിട്ടാണ്. ഞാനും ചിക്കും ഫ്രണ്ട്സ് ആവുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നെങ്കിലും അത്ര ഭയങ്കര ക്ലോസ് ഒന്നും അല്ലായിരുന്നു. നമ്മള് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ട്യൂഷന് പോയി നമ്മുടെ ടാലന്റ്, കാരണം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്. അപ്പം അവിടെ പോകുന്ന സമയത്ത് എനിക്കും ട്യൂഷൻ പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, ചിക്കുനും ഇല്ലായിരുന്നു. നമ്മളവിടെ പോകുന്നു. നമ്മുടെ പ്രധാന പരിപാടി അവിടെ പോയിട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ കിട്ടുന്ന സുഗിയും കഴിക്കാനാണ് നമ്മൾ എല്ലാ ദിവസവും ട്യൂഷന് പോകാറുള്ളത്. എല്ലാ ദിവസവും പോകും, സുഗിയും കഴിക്കും, തിരിച്ചു. ആദ്യമൊക്കെ എങ്ങനെ മിങ്കിളാവാത്ത ഒരാളായിരുന്നു നമ്മൾ. വിചാരിച്ചു എങ്ങനെ സെറ്റ് ആവില്ല, ഇത് വേറെ ഒരാളായിരിക്കും ഇല്ലേ കണ്ടീഷനൊക്കെ. പിന്നെ പതിയെ പെട്ടെന്ന് തന്നെ ക്ലാസ് തുടങ്ങിയ ഒരു 1 month കഴിഞ്ഞപ്പോ തന്നെ നല്ല വൈബ് സെറ്റ് ആയി. ആ ഫ്രണ്ട്ഷിപ്പ് ഇന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് എമർജൻസി വന്നാലും ഇല്ലെങ്കിൽ ചിക്കുന് എന്ത് എമർജൻസി വന്നാലും ഏത് നട്ടപ്പാതിരാത്രിക്ക് വേണമെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കും, നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പം അത് ആ ഒരു ബോണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അങ്ങനെ ഫ്രണ്ട്സായി പോയി ഒരു പോയിന്റിൽ കല്യാണം കഴിക്കാന്നുള്ളത് വീട്ടിലൊരു ഡിസ്കഷനായി വന്നപ്പോ എന്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണെന്ന് തോന്നി.